ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എവിടെ പോയി? വന്നോ? വല്ല വിവരവുമുണ്ടോ? രാഹുൽ ഗാന്ധി കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയോ എന്നാലും തിരിച്ചെത്തിയതുമായി ബന്ധപ്പെട്ടൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ജർമ്മനിയിൽ നിന്നും മറ്റിടത്തേക്ക് പോയോ, അതെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള ചില പരിഹാസ ചോദ്യങ്ങൾ അത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്ന അദ്ദേഹം വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകും. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരുടെയും യു ഡി എഫ് എംപിമാരുടെയും മറുപടികൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരി വന്നു. ഇന്നലെ ജെബി മേത്തറും NK പ്രേമചന്ദ്രനും ഒക്കെ പറയുകയാണ്, BJP ഇല്ലാത്ത ഒരു ആകുലതയാണല്ലോ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വരാത്തതിനെ കുറിച്ച് CPIM എന്ന് ചോദിക്കുന്നത് കണ്ടായിരുന്നു. എത്രമാത്രം നിരുത്തരവാദപരമായ, എത്രമാത്രം ഒരു സാമാന്യ ബോധമില്ലായ്മ നിറഞ്ഞ പരാമർശമാണ് വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വന്നില്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് അത്രയും ലാഭമാണെന്നേ, അതുകൊണ്ട് തന്നെ അവർക്കതൊരു വിഷയമേ അല്ല. അതേസമയം തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കക്ഷികൾ പ്രതിപക്ഷ നേതാവ് വന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യും. അത് അവരുടെ കടമയല്ലേ? അവരെ മുന്നിൽ നിന്ന് നയിക്കേണ്ട നേതാവ് വന്നില്ലെങ്കിൽ പിന്നെ അവർ ചോദിക്കാതെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ വലിയ കാര്യമായിരിക്കാം. രാഹുൽ ഗാന്ധി VMW കയറിയതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ ആനക്കാര്യമായിരിക്കാം. പക്ഷേ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർക്ക് അങ്ങനെയല്ലോ. അവിടെ BMW അല്ലല്ലോ. ഇവിടെ സാധാരണക്കാരായ 26 കോടി മനുഷ്യരുടെ ആഹാരത്തിനെ കുറിച്ചല്ലേ അവരുടെ ചിന്ത, അവരുടെ തൊഴിലിനെ കുറിച്ചല്ലേ അവരുടെ ചിന്ത. ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മനു ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങളെയും അതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമാവേണ്ട, മുന്നേറ്റം നൽകേണ്ട പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന വേളയിൽ സഭയിൽ ഇല്ലാത്തതിനെയും ഇന്ത്യ സഖ്യത്തിലെ വിവിധ നേതാക്കൾ ചോദ്യം ചെയ്തിരുന്നു. DMK-യിലെ അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം മറ്റു പാർട്ടികളിൽ നിന്നും ഇത്തരം പ്രധാനപ്പെട്ട വിഷയം ഈ ചോദ്യമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ വളരെ നിരുത്തരപരമായിട്ടുള്ള ഒരു നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഈ വിദേശയാത്രയെ ന്യായീകരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ MP-മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏറെ പ്രധാനപ്പെട്ടത് കേരളത്തിൽ നിന്നുള്ള MP-മാർ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വിദേശയാത്രയെ ന്യായീകരിക്കുകയും രാഹുൽ ഗാന്ധിയുടെ ശബ്ദമാണ് തങ്ങൾ ഉയർത്തുന്നത് എന്ന ചില അവകാശവാദങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിരുത്തരപരമായിട്ടുള്ള ഒരു വാദം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. അതേസമയം BJP അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അത് എടുത്തു പറയുകയും ചെയ്തിരുന്നു. കോൺഗ്രസിനകത്തും അതോടൊപ്പം തന്നെ പാർലമെന്റിലും പ്രതിപക്ഷത്തിന്റെ ശബ്ദമുയർത്താനുണ്ടായിരുന്ന നേതാവ് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തെ പോലും തടയുന്ന സമീപനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ആക്കി ഇത് എടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ ലാക്കാക്കാനുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. അതേസമയം കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയും BMW-യിലെ ഈ വാഹനത്തിൽ കയറിയുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും പ്രചരിച്ചതിൽ വലിയ അവകാശവാദം ഉന്നയിക്കുകയാണ്. അവർ പറയുന്നത് പ്രധാനപ്പെട്ടത് ഇതാണ്, പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ വിദേശയാത്രകൾ നടത്താറുണ്ട്, എന്തുകൊണ്ട് മറ്റു പാർട്ടികൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. പക്ഷേ പ്രധാനമന്ത്രി എപ്പോഴൊക്കെ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഇടതുപക്ഷം അടക്കമുള്ള MP-മാർ കൃത്യമായി ചോദ്യം ചെയ്യുകയും അത് പാർലമെന്റിലടക്കം അഡ്രസ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ലോക്സഭയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും കോൺഗ്രസ് MP-മാർ മറന്നുപോയോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ തന്നെ കടുത്ത ഒരു അതൃപ്തി രാഹുൽ ഗാന്ധിയുടെ ഈ വിദേശയാത്രയിൽ ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലും അത് പ്രത്യേകം എടുത്തു പറയുമെന്ന് തന്നെയാണ് സഖ്യത്തിലുള്ള മറ്റു പാർട്ടികളും തീരുമാനമെടുത്തിരിക്കുന്നത്. അടുത്ത യോഗമുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രവർത്തക സമിതി യോഗം 22-ന് ചേരുകയാണ്. ഈ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിലും ചില കോൺഗ്രസ് MP-മാർ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ് MP-മാർ ഈ വിഷയം ഉയർത്തിക്കാട്ടുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മനു.